നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കെ മാണിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് നിയമസഭയെ പ്രക്ഷുബ്ധമാക്കി പ്രതിപക്ഷം. മാണി 27 കോടിയുടെ അഴിമതി നടത്തിയെന്ന് വി ശിവൻകുട്ടി. ആരോപണങ്ങൾ നിഷേധിച്ച് കെ എം മാണി. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ചോദ്യോത്തരവേളയിൽ വായ്മൂടിക്കെട്ടി പ്രതിഷേധം. പാകിസ്ഥാനിലെ പെഷവാറിൽ സ്കൂൾ കുട്ടികളെ കൂട്ടക്കുരുതിക്കിരയാക്കി താലിബാൻ ഭീകരത. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 126 കുട്ടികൾ. 6 ഭീകരരെയും വധിച്ചു. നവാസ് ഷെരീഫ് പെഷവാറിലെത്തി. വിവരണാതീതമായ ക്രൂരതയെന്ന് നരേന്ദ്രമോദി. ഉത്തർപ്രദേശിലെ മതപരിവർത്തനത്തിന് പിന്നിൽ കേരളത്തിലെ മദ്രസകളെന്ന് RSS. ഘർ വാപസിക്ക് പിന്തുണ. മതപരിവർത്തന വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ബഹളം. പ്രസ്താവനകളിൽ സംയമനം പാലിക്കാൻ MP-മാർക്ക് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. ചുംബന സമരം സദാചാര വിരുദ്ധവും നാണക്കേടുമെന്ന് ഹൈക്കോടതി. സ്ഥാപനങ്ങൾ തകർക്കുന്ന സദാചാര പോലീസിംഗും നിർഭാഗ്യകരം. ഡൗൺ ടൗൺ ആക്രമണ കേസിലെ പ്രതികളായ യുവമോർച്ചക്കാർക്ക് മുൻകൂർ ജാമ്യം. ISLലെ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ NFC മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്ക്. രണ്ടാം പാദ സെമിയിൽ ചെന്നൈ NFC 3 ഗോളുകൾക്ക് മുന്നിൽ. നിയമസഭയിൽ ധനമന്ത്രി കെ എം മാണിക്കെതിരെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം. നികുതി കുറയ്ക്കാനും പദ്ധതി ചെലവ് വർദ്ധിപ്പിക്കാനും ധനമന്ത്രി അഴിമതി നടത്തുന്നുവെന്ന് തോമസ് ഐസക്, വി ശിവൻകുട്ടി, VS സുനിൽകുമാർ എന്നിവർ ആരോപിച്ചു. ആരോപണങ്ങൾ കെ എം മാണി നിഷേധിച്ചു. മാണിയുടെ രാജി ആവശ്യപ്പെട്ട് നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം പിന്നീട് സഭ ബഹിഷ്കരിച്ചു. ഇന്ന് നിയമസഭയിലെ കറുത്ത ദിനമാണെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. കെ എം മാണിക്കെതിരെ 27.4 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച വി ശിവൻകുട്ടി ആരോപണങ്ങളിൽ നിയമസഭാ സമിതിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടു. നികുതി കുറയ്ക്കാൻ മൈദമാവ് ഉടമകളിൽ നിന്നും 10 കോടി, ബിൽഡേഴ്സുകാരിൽ നിന്നും 5 കോടി, ജ്വല്ലറി ബേക്കറി ഉടമകളിൽ നിന്നും 2 കോടി രൂപ വീതം, റവന്യൂ റിക്കവറിക്ക് 6.4 കോടി രൂപയും കോഴ വാങ്ങിയെന്നാണ് ശിവൻകുട്ടിയുടെ ആരോപണം. 6 കോടി 40 ലക്ഷം രൂപ ആ ഇനത്തിൽ കേരള കോൺഗ്രസും അതേപോലെ തന്നെ കെ എം മാണി സാർ വാങ്ങിയിട്ടുണ്ടെന്നുള്ള ആക്ഷേപം ഞാൻ ഉന്നയിക്കുകയാണ്. അത് രേഖയാണ്. പൊതുമരാമത്ത് വകുപ്പിൽ പദ്ധതി ചെലവ് പുതുക്കി നൽകിയതിൽ അഴിമതി ഉണ്ടെന്ന് തോമസ് ഐസക്കും ആരോപിച്ചു. TO സൂരജ് അഴിമതിക്കാരനെങ്കിൽ പദ്ധതി ചെലവ് പുതുക്കാൻ അനുമതി നൽകിയ ധനകാര്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും അഴിമതിയിൽ പങ്കുണ്ടെന്നും ഐസക് ആരോപിച്ചു. സൂരജ് അഴിമതിക്കാരനാണെങ്കിൽ അതിന് അനുവാദം നൽകിയ റാറ്റിഫിക്കേഷൻ നടത്തിയ PW മിനിസ്റ്റർ ധനമന്ത്രി ഈ അഴിമതിയിൽ പങ്കാളിയാണ് എന്ന് ഞാൻ ആരോപിക്കുകയാണ്. അഴിമതിക്ക് സസ്പെൻഷനിലായ 3 ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കാനും ഉദ്യോഗക്കയറ്റം നൽകാനും ധനമന്ത്രി ഇടപെട്ടു എന്ന ആരോപണമായിരുന്നു VS സുനിൽകുമാർ ഉയർത്തിയത്. ആരോപണങ്ങൾ നിഷേധിച്ച VK ഇബ്രാഹിം കുഞ്ഞ് ആദ്യം സംസാരിച്ചു. പിന്നീട് ധനമന്ത്രി കെ എം മാണി സംസാരിക്കാൻ എഴുന്നേറ്റതോടെ മാണിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ബഹളത്തിനിടയിലും സംസാരം തുടർന്ന കെ എം മാണി ആരോപണങ്ങൾ നിഷേധിച്ചു. എല്ലാം ഞാൻ നിഷേധിക്കുന്നു. തൊട്ടു പിന്നാലെ മറുപടി നൽകാൻ മുഖ്യമന്ത്രി എഴുന്നേറ്റതോടെ പ്ലക്കാർഡുകൾ സഭയിലെറിഞ്ഞ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങി. നിയമസഭയുടെ കറുത്ത ദിനമാണ് ഇതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മറുപടിയെ പ്രതിപക്ഷം ഭയപ്പെടുകയാണെന്നും കുറ്റപ്പെടുത്തി. കേരള നിയമസഭയില് ഇതുപോലൊരു ദിവസം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. ഈ സഭയിലെ ഒരു കറുത്ത ദിനമാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നത് ബാർകോഴ കേസിലെ പ്രതികളെ രക്ഷിക്കാനെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ആരോപിച്ചു. സർക്കാർ മദ്യരാജാക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുകയാണ്. ബാർ ഉടമകളെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് പുതിയ പഠനം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VS നിയമസഭയിൽ പറഞ്ഞു. എന്നാൽ ആരോപണങ്ങൾ രമേശ് ചെന്നിത്തല നിഷേധിച്ചു. ബാർകോഴ വിഷയത്തിൽ ചർച്ച അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം 2 തവണ നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. ബാർകോഴ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്ന് കാണിച്ച് മാത്യു ടി തോമസ് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആദ്യ ഇറങ്ങിപ്പോക്ക്. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കെ എം മാണിയെ കണ്ടതെന്ന് മാത്യു ടി തോമസ് ആരോപിച്ചു. എന്നാൽ നോട്ടീസിൽ പുതുതായി ഒന്നുമില്ലെന്നും പഴയ കാര്യങ്ങൾ മാത്രമാണെന്നും അതിനാൽ നോട്ടീസ് പരിഗണിക്കാനാവില്ലെന്നും ഡെപ്യൂട്ടി സ്പീക്കർ വ്യക്തമാക്കി. പ്രശ്നം സബ്മിഷനായി ഉന്നയിക്കാം. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ചർച്ച ചെയ്ത ഇതേ പ്രശ്നം ഇനിയും അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യുന്നത് ശരിയല്ല. ഇത് ഇന്ന് ആദ്യത്തെ സബ്മിഷനായിട്ട് തന്നെ അനുവദിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ചെയർ ഇന്നലെ പറഞ്ഞതാണ് അടിയന്തര പ്രമേയം എടുക്കാൻ. അപ്പൊ ഇന്നലെ എടുക്കാൻ പറ്റുന്നത് ഇന്നെന്താ എടുക്കാൻ പറ്റാത്തത്? ഇറങ്ങിപ്പോക്കിന് ശേഷം തിരികെ സഭയിൽ കയറിയ പ്രതിപക്ഷം പ്രശ്നം സബ്മിഷനായി ഉന്നയിച്ചു. കേസിൽ ചോദ്യം ചെയ്യില്ലെന്നും റെയ്ഡ് നടത്തില്ലെന്നും അറസ്റ്റ് ചെയ്യില്ലെന്നും ഉറപ്പു നൽകാൻ വേണ്ടിയാണ് രമേശ് ചെന്നിത്തല കെ എം മാണിയെ കണ്ടതെന്ന് മാത്യു ടി തോമസ് ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച ആഭ്യന്തരമന്ത്രി കെ എം മാണിയെ കാണുന്നത് പാവമല്ലെന്ന് വ്യക്തമാക്കി. വിജിലൻസുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. വിജിലൻസ് ഡയറക്ടറെ മാറ്റാൻ ഒരു നീക്കവുമില്ല. കേസ് ആരന്വേഷിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടറാണ് തീരുമാനിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി.
ഇന്ന് കണ്ടിട്ടുണ്ട്, നാളെയും ഞാൻ മാണി സാറിനെ കാണും എന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊരു തെറ്റുമില്ല, അതിനകത്ത് അധാർമികമായി ഒന്നുമില്ല, നിയമപരമായി ഒരു തെറ്റുമില്ല. സർക്കാർ മദ്യരാജാക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുകയാണെന്ന് തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആരോപിച്ചു. ബാർക്കോഴ കേസിലെ അഴിമതിക്കാരെ സംരക്ഷിക്കാനാണ് മദ്യനയത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. മദ്യരാജാക്കന്മാർക്ക് ആവശ്യമായ എല്ലാ സഹായവും ചെയ്തു കൊടുക്കത്തക്ക വിധത്തിൽ നയത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. VSന്റെ പ്രതിഷേധ പ്രസംഗത്തെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. നേരത്തെ ചോദ്യോത്തര വേളയിൽ കറുത്ത തുണി കൊണ്ട് വായ്മൂടിക്കെട്ടിയും പ്രതിപക്ഷം പ്രതിഷേധം പ്രകടിപ്പിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം മാത്യു ടി തോമസ്, വി ശിവൻകുട്ടി, സണ്ണി ജോസഫ്, ജേക്കബ് ജോർജ്, അജയ് തറയിൽ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോണിലും. ആദ്യം ശ്രീ ജേക്കബ് ജോർജ്, മുനയില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം സ്വയം കുഴിച്ച കുഴിയിൽ വീഴുകയാണോ? അല്ല, പ്രതിപക്ഷത്തിന്റെ ചുമതല അതാണല്ലോ. ഒരു വിഷയം ഉണ്ടായാൽ അത് നേരിയ വിഷയമാണെങ്കിൽ പോലും അത് പരമാവധി രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുക എന്നത്. അതുകൊണ്ട് പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്താനാവില്ല. ഇവിടെ കാര്യങ്ങൾ വളരെ സങ്കീർണമാണ്. ഭരണപക്ഷത്തു നിന്ന് ഒരു ആരോപണം ഉയരുന്നു. അതിൽ ഭരണപക്ഷത്തിലെ ഒരു മന്ത്രിക്കെതിരെ ആരോപണം ഉയരുന്നു. അതിൽ ഭരണപക്ഷത്ത് തന്നെ ആണ് സ്വാഭാവികമായിട്ടും ഒരു മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള, കോൺഗ്രസ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വിജിലൻസ് അന്വേഷണമായിരുന്നു, FIR രജിസ്റ്റർ ചെയ്തു. തീർച്ചയായിട്ടും അത് ഗുരുതരമായ കാര്യം തന്നെയാണ്. ഇതുവരെയും സാധാരണ മന്ത്രിമാർക്കെതിരെയൊക്കെ ആരോപണം ഉണ്ടാകുന്നത് പ്രതിപക്ഷത്തു നിന്നാണ്. പക്ഷെ ഇവിടെ ഭരണപക്ഷത്ത് തന്നെ ഒരു സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഗുരുതരമായ കാര്യമാണ്. ദയവായി തുടരുക ശ്രീ ജേക്കബ് ജോർജ്. ശ്രീ സണ്ണി ജോസഫ്, KM മാണിക്കെതിരെ ആരോപണങ്ങളുടെ ഒരു പ്രളയം തന്നെ ഇന്ന് നിയമസഭയിൽ ഉണ്ടായി. ഗവൺമെന്റിന് വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞോ? നികേഷ്, ശരിയാണ്. ഇന്ന് ആരോപണങ്ങളുടെ ഒരു പ്രളയം തന്നെയായിരുന്നു. ആ ആരോപണങ്ങൾ തെളിയിക്കുന്നതിനുള്ള എന്തെങ്കിലും രേഖകളോ തെളിവുകളോ ഹാജരാക്കാൻ പലവട്ടം ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പ്രതിപക്ഷ മെമ്പർമാരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അവസാനം മാണി സാറ് മറുപടി പറയാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ മാണി സാറിനെ കേൾക്കാൻ അവർ തയ്യാറായില്ല. മുഖ്യമന്ത്രി അവരെ വെല്ലുവിളിച്ചു. നിങ്ങൾ ആരോപണം ഉന്നയിക്കുക, രേഖകളൊന്നും ഹാജരാക്കാതെ, തെളിവുകളൊന്നുമില്ലാതെ അടിസ്ഥാനപരമായിട്ട് ആരോപണങ്ങൾ എഴുതി കൊടുക്കുക, ആരോപണങ്ങൾ സംബന്ധിച്ച് പ്രസംഗിക്കുക, അതിനെ സംബന്ധിച്ച് മന്ത്രിയുടെ മറുപടി കേൾക്കാൻ നിങ്ങൾ തയ്യാറാകാത്തത് ജനാധിപത്യ കീഴ്വഴക്കം, നിയമസഭാ നടപടികൾക്ക് ഒരിക്കലും നിരക്കാത്തതാണ് എന്ന് പറയുകയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരിക്കലും ചെയ്യാത്ത രൂപത്തിൽ പലവട്ടം അവരെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ഇരിക്കുക, കേൾക്കുക എന്ന് മുഖ്യമന്ത്രി വെല്ലുവിളിച്ചിട്ടും പ്രതിപക്ഷത്തിന് കേൾക്കാൻ ഉള്ള ചങ്കൂറ്റമുണ്ടായിരുന്നില്ല. കാരണം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ആരോപണങ്ങൾ തെളിയിക്കുന്നതിനുള്ള യാതൊരു കാര്യവും കഴമ്പും അവരുടെ കയ്യിലില്ല. ദയവായി തുടരുക ശ്രീ മാത്യു ടി തോമസ്. ഇപ്പോ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് നിയമസഭയിൽ ശ്രീ വി ശിവൻകുട്ടിയും ശ്രീ സുനിൽകുമാറും ഒക്കെ ഉന്നയിച്ച മാണി സാറിനെതിരായ ആക്ഷേപങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ മാണി സാർ അതിന് മറുപടി പറഞ്ഞപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഖണ്ഡിക്കാനോ പ്രതിപക്ഷത്തിന് കഴിഞ്ഞോ? ശ്രീ മാത്യു ടി തോമസ്, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിനെതിരെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആരോപണം ഈ ബാർക്കോഴ വിവാദത്തിൽ ഞങ്ങൾ വേണ്ടത്ര തരത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന്. ആരോപണ വിധേയനായ ആൾ മന്ത്രിസ്ഥാനത്ത് തുടരുമ്പോൾ അദ്ദേഹത്തെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുമുള്ള ഒരു ജനാധിപത്യ അവകാശം ഞങ്ങൾ നിയമസഭയിൽ ഉപയോഗിച്ചു. പക്ഷേ ആരോപണങ്ങൾ ഉന്നയിച്ചത് അടിസ്ഥാനമില്ലാതെയാണ് എന്ന ബഹുമാന്യായ ശ്രീ സണ്ണി ജോസഫിൻ്റെ ആരോപണം ഞാൻ നിഷേധിക്കുക. കഴിഞ്ഞ ബഡ്ജറ്റ് അവതരണ സമയത്ത് അനുവദിച്ചു നൽകിയ നിരവധി ആനുകൂല്യങ്ങൾ സംസ്ഥാന ഖജനാവിനുണ്ടാക്കിയ നഷ്ടം, ആ നഷ്ടത്തിൻ്റെ ശതമാനം പറഞ്ഞാണ് കൃത്യമായ ആരോപണങ്ങൾ ശ്രീ ശിവൻകുട്ടി ഉന്നയിച്ചത്. CAG റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് റിവൈസ് എസ്റ്റിമേറ്റിലൂടെ വന്ന സാമ്പത്തിക നഷ്ടത്തെ സംബന്ധിച്ച് തോമസ് ഐസക് ഉന്നയിച്ചത്. അതുപോലെ തന്നെ VS സുനിൽകുമാറും വ്യക്തമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. അത്തരം ആരോപണങ്ങളൊക്കെ സംസ്ഥാന ഖജനാവിനുണ്ടായ നഷ്ടങ്ങളെ സംബന്ധിച്ച കേരളത്തിൽ ആദ്യമായി ഒരു മന്ത്രി കൈക്കൂലി ചോദിച്ചു വാങ്ങി അതിന്റെ പേരിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഗൗരവമായ പ്രശ്നം നിലനിൽക്കുമ്പോൾ KM മാണിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ബാർക്കോഴ ആക്ഷേപം, അതിന്മേൽ FIR വിജിലൻസ് ഇട്ടത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. പക്ഷേ ഞാനിപ്പോൾ ചോദിക്കുന്നത് ശ്രീ വി ശിവൻകുട്ടി ഉന്നയിച്ച 27,40,00,000 അഴിമതി ആരോപണങ്ങളാണ്. നിയമസഭ അതിൻ്റെ ഗൗരവം കാത്തു സൂക്ഷിക്കണമല്ലോ.
വി ശിവൻകുട്ടി ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ ചെയറിലിരുന്ന ഡെപ്യൂട്ടി സ്പീക്കർ പറയുന്നുണ്ട് ഇതിന് എന്തെങ്കിലും രേഖ വേണമെന്ന്. ഒരു രേഖയും ശ്രീ വി ശിവൻകുട്ടിക്ക് അവതരിപ്പിക്കാൻ ഉണ്ടായിരുന്നില്ല. എന്നും മാത്രമല്ല, ശ്രീ കെ എം മാണി അതിന് മറുപടി പറയുമ്പോൾ ആ മറുപടിയിൽ ഏതെങ്കിലും ഒന്ന് ഖണ്ഡിക്കാൻ വി ശിവൻകുട്ടിയോ ആക്ഷേപം ഉന്നയിച്ച മറ്റുള്ളവരോ തയ്യാറാകുന്നില്ല. ഇത് നിരുത്തരവാദപരമല്ലേ? ഒന്നാമത്തെ വിഷയം, ചെയറിലിരുന്ന ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ നടപടികളെ സംബന്ധിച്ച് എൻ്റെ വിമർശനം സഭയ്ക്ക് പുറത്ത് ഒരു കക്ഷിയുടെ, ഒരു ചെറിയ കക്ഷിയുടെയാണ്, ഒരു കക്ഷി നേതാവ് എന്ന രീതിയിൽ പറയുന്നതിന് ചില പരിമിതികളുണ്ട്. പക്ഷേ ആരോപണം ഉന്നയിക്കുന്ന ശ്രീ വി ശിവൻകുട്ടി തൻ്റെ കയ്യിലുള്ള രേഖകളെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ ഓരോ വാചകത്തിലും ഭരണപക്ഷത്തിൽ നിന്ന് ഇടപെടുന്ന എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ ഓരോ വാചകം പറയുമ്പോഴും ഓരോ വാക്കുച്ചരിക്കുമ്പോഴും അതിനെ നിഷേധിച്ചുകൊണ്ട് ചെയറിൽ നിന്ന് നിരന്തരമായ പരാമർശം ഉണ്ടായിരുന്നതുകൊണ്ട് പലപ്പോഴും ശിവൻകുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെ സംബന്ധിച്ച് അടിസ്ഥാനം എന്ത് എന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കാൻ ഈ ചർച്ചയിൽ ഞാൻ വരാം. ശ്രീ മാത്യു ടി തോമസ്, ഇവിടെ ശ്രീ ജേക്കബ് ജോർജ്, പ്രതിപക്ഷത്തിൻ്റെ വലിയൊരു അവസരമായിരുന്നു. കുറേ കാലത്തിന് ശേഷം ഒരു അഴിമതി ആരോപണം ശ്രീ കെ മാണിക്കെതിരെ വരുന്നു, അതും ഉന്നയിക്കുന്നത് ബാർ ഉടമകൾ, കേസ് എടുക്കുന്നത് രമേശ് ചെന്നിത്തല. ഇപ്പോൾ പ്രതിപക്ഷത്തിന് അതിനകത്തൊരു അവരുടേതായ റോൾ നിർവഹിച്ചാൽ മതി. ഉന്നയിച്ച ആക്ഷേപത്തിൻ്റെ ഉത്തരവാദിത്തമില്ല, കേസെടുത്തതിൻ്റെ ഉത്തരവാദിത്തമില്ല. വളരെ ഭംഗിയായി പോകുന്നതിനിടയിലാണ് ശ്രീ ശിവൻകുട്ടി ഇപ്പോൾ 27.4 കോടി രൂപയുടെ ആക്ഷേപം ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ശരിയാണ്, ഒരു പുകമുറ ഉണ്ടാകും. ആ പുകമുറ പക്ഷേ ആളെ പറ്റിക്കാനാണെന്ന് തോന്നിയാൽ ആദ്യം ഉന്നയിച്ച ആക്ഷേപത്തിന്റെ മുനയോടിയില്ലേ? തീർച്ചയായിട്ടും നികേഷ്, നിയമസഭയിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട MLA ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ ഉപോത്ബലകമായ തെളിവുകൾ അവിടെ അവതരിപ്പിക്കേണ്ടതുണ്ട്. അത് സ്വാഭാവികമാണ്, അങ്ങനെയൊക്കെയാണ് സഭയിൽ നടക്കാറുള്ളത്. പക്ഷെ ഇവിടെ നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ, നിയമസഭാ കക്ഷി പ്രതിപക്ഷ ഉപനേതാവാണ് അദ്ദേഹം കുറച്ച് ഒരു CD ഒക്കെ കൊണ്ടു കൊടുത്തു. അദ്ദേഹത്തിന് അത് പത്രക്കാരെ കാണിക്കാമായിരുന്നു. എങ്കിൽ എന്ത് ഗംഭീരമായിട്ട് ഇവിടുത്തെ ചാനലുകളും ഇവിടുത്തെ പത്രങ്ങളും അതൊരു വലിയ വിഷയമാക്കി വളർത്തിയെടുക്കുമായിരുന്നു. അദ്ദേഹം അത് ചെയ്യാതെ നിയമസഭയിൽ അവതരിപ്പിച്ച ശേഷം അവിടെ ഫലമുണ്ടായില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ മാധ്യമങ്ങളെ കാണിക്കാമായിരുന്നു. അത് ചെയ്തില്ല. ഇപ്പോൾ ശിവൻകുട്ടി കാണിക്കുന്നതും അത്ര ഉത്തരവാദിത്വത്തോട് അവതരിപ്പിക്കാവുന്ന ഒരു വിഷയം മതിയായ തെളിവുകളുടെ പിൻബലമില്ലാതെ അവതരിപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു പരാജയം തന്നെയാണ്. ജേക്കബ് ജോർജ്, ശ്രീ വി ശിവൻകുട്ടി, താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ, നിയമസഭയിൽ അവസരം കിട്ടാത്തതാണെങ്കിൽ ഇവിടെ പറയാം. അതായത് ഞാൻ നിയമസഭയിൽ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് എഴുതി കൊടുത്തതിന് ശേഷമാണ് 27,43,00,000 രൂപയുടെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ശ്രീ മാണി നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അഴിമതി വിമുക്തനായ നേതാവൊന്നുമില്ല. 1977 മുതലുള്ള അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അന്ന് 77 അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ മതത്തെയും ജാതിയും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിസ്ഥാനം രാജിവെച്ച് ഹൈക്കോടതി വിധിയുടെ രാജിവെച്ച് അന്നു മുതൽ അദ്ദേഹത്തിന് ഒരു ചരിത്രമുണ്ട്. ഒരു ഇന്റലക്ച്വൽ അഴിമതിക്കാരനാണ് ശ്രീ കെ എം മാണി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, കോറി ക്രഷർ ഉടമകളുടെ അസോസിയേഷൻസ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ്. 10 കോടി രൂപ നികുതി അവർക്ക് കുറച്ചു കൊടുത്തു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മൈദമാവിന് 4% നികുതി ഇളവ് കുറച്ചു കൊടുത്ത് 800 കോടി രൂപയുടെ നഷ്ടമാണ് കേരള സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടായിട്ടുള്ളത്. അത് നോർത്ത് ഇന്ത്യൻ ലോബി 10 കോടി രൂപ കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം താങ്കൾ നിയമസഭയിൽ പറയുകയും ഞങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് ശ്രീ കെ എം മാണി ഇതിന് മറുപടി, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇതിന് ശ്രീ കെ എം മാണി പിന്നീട് മറുപടി പറയുമ്പോൾ അതല്ലെന്ന് പറഞ്ഞ് ഖണ്ഡിക്കാൻ നിങ്ങൾക്കായില്ല എന്ന് മാത്രമല്ല, അതെല്ലാം തന്നെ കേട്ടുകൊണ്ടിരിക്കാനുള്ളൊരു അവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതിനാലാണ്, കയ്യിൽ തെളിവില്ലാതെയാണ് ശ്രീ വി ശിവൻകുട്ടി ഇത് നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് തോന്നിപ്പോയത്. 2013 ഏപ്രിൽ മാസം 3 മുതൽ 2014 മാർച്ച് മാസം 1 വരെ 64,15,62,953 രൂപയുടെ സ്റ്റേ കൊടുത്തിട്ടുണ്ട്. ഒരു വർഷക്കാലം കൊണ്ട്. ഇവിടെ നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം തന്നെ അറിയാവുന്നതാണ്. എന്ന് മാത്രമല്ല,
ഇവിടെ നമ്മുടെ ഈ പിന്നെ ബാർ കോഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കൈക്കൂലി കൊടുക്കുന്നവൻ കാര്യം സാധിക്കുന്നതിന് വേണ്ടിയാണ്, കൈക്കൂലി വാങ്ങുന്നവർ അവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പം അതൊന്നും നമുക്ക് സാധാരണഗതിയിൽ ഇന്നിപ്പോൾ സൂരജിനെതിരെ ഞാനിവിടെ വിജിലൻസ് ഡയറക്ടറെ ഒരു അന്വേഷണ ഉത്തരവ് ചീഫ് സെക്രട്ടറി കൊടുത്തത് സഭയിൽ ഹാജരാക്കിയതുപോലുള്ള ഉത്തരവൊന്നും കിട്ടില്ല. ഇത് നിയമസഭാ സമിതിയെ കൊണ്ട് ഒരു അന്വേഷണം നടത്തിക്കിട്ടെ, അല്ല ഒരു മറുപടി കൊണ്ട് ശ്രീ കെ എം മാണി സാർ പറയോ ഞാൻ ഇതെല്ലാം വാങ്ങിയാണെന്ന് പറയോ? പിന്നെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മന്ത്രി കൈക്കൂലി വാങ്ങിയതായി ഉള്ള കേസ് എഫ്ഐആർ ഇടുകയും അത് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ള ആൾക്കാർ അദ്ദേഹത്തിന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നിന്ന ഒരുപാട് നിരവധി സംഭവങ്ങളുണ്ടല്ലോ. ഞാൻ അതിലത്തേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെച്ച് ഒഴിയേണ്ട അല്ലേ പിന്നെ ചെയ്യേണ്ടത്? ഇപ്പൊ പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതിനൊന്നും പ്രത്യേകിച്ച് തെളിവ് കിട്ടില്ല, ഇതൊക്കെ ആക്ഷേപങ്ങളാണ്. പ്രത്യേകിച്ച് ശ്രീ വി ശിവൻകുട്ടി പറയുന്ന ഒരു കാര്യത്തിൽ നിരവധി കേസുകളിൽ കോടിക്കണക്കിന് സഹസ്രകോടികൾ സ്റ്റേ ആയി ശ്രീ കെ എം മാണി നൽകിയിട്ടുണ്ട്. ബജറ്റ് വിൽപ്പന എന്ന് മാത്രമല്ല, ഇപ്പോൾ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ശ്രീ കെ എം മാണിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആക്ഷേപമായിരുന്നു ഈ സ്റ്റേ കൊടുക്കൽ. ഏതാണ്ട് 20,000 കോടിയിലധികം രൂപയുടെ സ്റ്റേ കിടക്കുകയാണ്. അത് ശ്രീ കെ എം മാണി മാത്രം വിചാരിച്ചാൽ പിരിച്ചെടുക്കാൻ കഴിയുന്നത് ആണ് എന്നുള്ള യാഥാർത്ഥ്യം താങ്കൾക്കും അറിയാവുന്നതാണല്ലോ. ഇവിടെ എന്താണ് ശിവൻകുട്ടിക്ക് ഇപ്പൊ പറയാനുള്ളത്? ശിവൻകുട്ടിയോട് നികേഷ് ചോദിച്ചത് നിയമസഭയിൽ സമയം കിട്ടിയില്ലെങ്കിൽ ഇവിടെ വെച്ച് പറയാമെന്നാ പറഞ്ഞേ. ശിവൻകുട്ടിയുടെ കയ്യിൽ എന്തെങ്കിലും ഒരു തെളിവിന്റെ ഒരു അംശം, ഒരു ചെറിയ കടലാസ് കഷ്ണം ഉണ്ടോ ശിവൻകുട്ടിയുടെ കയ്യിൽ? മാണി സാറിനെതിരെ 27 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ സ്റ്റേ ഏത് ഗവൺമെന്റാ കൊടുക്കാത്ത? MLA ആരാവശ്യപ്പെടാത്ത? ജനപ്രതിനിധികൾ ആരാവശ്യപ്പെടാത്ത? ഞാൻ തന്നെ ഒരു 100 സ്റ്റേ പെറ്റീഷനെങ്കിലും അത് ചെറുകിടക്കാരുടെ ആയിരിക്കും, സാധാരണ കൃഷിക്കാരുടെ ആയിരിക്കും, അല്ലെങ്കിൽ ചെറുകിട കച്ചവടക്കാരുടെ ആയിരിക്കും. അതിനൊരു 10 രൂപയുടെ 10 പൈസയുടെ ഒരു ചായയുടെ അഴിമതി ഉണ്ട് ആർക്കെങ്കിലും എന്ന് തെളിയിക്കാൻ ശിവൻകുട്ടിക്കോ ഇടതുപക്ഷത്തിനോ സാധിച്ചാൽ ഞാനിപ്പോൾ നാളെ എന്റെ നിയമസഭാ അംഗത്വം ഞാൻ രാജിവെക്കാം. വെറുതെ ആക്ഷേപം ഉന്നയിക്കുന്നതിൽ കാര്യമില്ല. പല MLA ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഈ റവന്യൂ റിക്കവറിയിൽ സ്റ്റേ പെറ്റീഷൻ അനുവദിക്കുന്നത്. അത് സാധാരണഗതിയിൽ ഏത് മന്ത്രിയാണെങ്കിലും ഗഡുക്കൾ അടച്ച് ആദ്യം ഒരു ഇൻസ്റ്റാൾമെന്റ് അടച്ച് 3-1 അടച്ച് ബാക്കി ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റി കൊടുക്കും. ഇവിടെ വേറൊരു കാര്യം പറഞ്ഞു, ടോം ജോസ് IAS-നെതിരെ അദ്ദേഹം സ്വത്ത് വാങ്ങി മഹാരാഷ്ട്രയിൽ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? അതാണ് സ്പീക്കർ എതിർത്തു എന്ന് പറയുന്നത്. 2010 ടോം ജോസ് സ്വത്ത് വാങ്ങിയത്. LDF ഭരണകാലത്ത് ടോം ജോസ് അന്നത്തെ PWD സെക്രട്ടറിയാണ്. ടോം ജോസ് IAS ആക്ഷേപം ഉന്നയിക്കുന്നപ്പോഴാ 2014 LDF-ന്റെ കാലത്ത് PWD സെക്രട്ടറി ആയിരുന്ന ടോം ജോസ്, അദ്ദേഹം അല്ലെങ്കിൽ തന്നെ സമ്പന്നനാണ്. ആ സമ്പന്നനായ വ്യക്തി മഹാരാഷ്ട്രയിൽ സ്വത്ത് വാങ്ങി, അതിന്റെ കണക്കുകളൊക്കെ അദ്ദേഹം ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അക്കൗണ്ടും മാണി സാറിന്റെ തലയിൽ കെട്ടിവെക്കുന്നു. മറ്റൊരു കാര്യം പറഞ്ഞത് എന്താണ്? ഇവിടെ PWD വർക്കുകൾക്ക് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് കൊടുക്കുന്നുവെന്ന് പറഞ്ഞു. PWD മന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഒരു പാലം പറഞ്ഞ ഏതാ? പട്ടുവം പാലം. പട്ടുവം പാലത്തിന്റെ MLA ആരാ? MLA-യുടെ കത്ത് PWD മന്ത്രി അവിടെ ഒരു മാന്യത പുലർത്തി MLA-യുടെ പേര് പറഞ്ഞില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA ആണ്. പട്ടുവം പാലത്തിന് റിവൈസ്ഡ് എസ്റ്റിമേറ്റിന് കത്ത് കൊടുത്തത് CPM-ന്റെ MLA ആണ്. മന്ത്രി കുറെ കൂടി മാന്യനായതുകൊണ്ട് മന്ത്രി പേര് പറഞ്ഞില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? കഴിഞ്ഞ ദിവസവും PWD മന്ത്രി ചോദിച്ചു, എത്ര മാർക്സിസ്റ്റ് MLA-മാർ റിവൈസ്ഡ് എസ്റ്റിമേറ്റിന് കത്ത് തന്നിട്ടുണ്ട്? ചില റോഡ് വർക്കുകളിൽ, ചില പാലം വർക്കുകളിൽ ടെക്നിക്കലായിട്ട് തന്നെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വേണ്ടിവരും. തോമസ് ഐസക്കും സുനിൽകുമാറും പ്രസംഗിച്ചപ്പോൾ, ശിവൻകുട്ടിയും പ്രസംഗിച്ചപ്പോൾ ഈ എസ്റ്റിമേറ്റിനെ എല്ലാം വളരെ 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 എക്സോർബിറ്റന്റ് ആയിട്ട് കാണിച്ച്, അതായത് ചിലപ്പം ടെൻഡർ എക്സസ് കൊടുക്കേണ്ടി വരും. ടെൻഡർ എക്സസും റിവൈസ്ഡ് എസ്റ്റിമേറ്റും വളരെ ജെനുവിനായിട്ട് കൊടുക്കുന്ന കേസുകളിൽ തന്നെ അതെല്ലാം മന്ത്രിമാരുടെ തലയിൽ കെട്ടി മൊത്തത്തിൽ പറയുകയല്ലാതെ അവിടെ എവിടെയെങ്കിലും അഴിമതിയുടെ കണികയുണ്ടോ? അതായിരുന്നു ചോദ്യം. അത് തെളിയിക്കാൻ എന്തെങ്കിലും പേപ്പേഴ്സ് ഉണ്ടായിരുന്നോ? മറുപടി പറയുമ്പോൾ നിങ്ങൾ നിയമസഭയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടോം ജോസിനെതിരെ നിയമസഭയിൽ ഇല്ലാത്ത ഒരാൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച MLA ആണല്ലോ താങ്കൾ. ഇപ്പോ ശ്രീ സണ്ണി ജോസഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ മുഖ്യമന്ത്രി അതിനും മറുപടി പറഞ്ഞു. അതിനും നിങ്ങൾ ഇരുന്നില്ല, നിങ്ങൾ പുറത്തേക്ക് പോവുകയായിരുന്നു. 2010 ഓഗസ്റ്റ് മാസത്തിലാണ് ടോം ജോസ് ഈ ഭൂമി വാങ്ങുന്നതിന് വേണ്ടി ഗവൺമെന്റിൽ എഴുതി ചോദിച്ചത്. അന്ന് ആരായിരുന്നു പൊതുമരാമത്ത് മന്ത്രി എന്ന് ഞാൻ ചോദിക്കാനിരിക്കുകയായിരുന്നു എന്നാണ്
ഒഴിഞ്ഞ പ്രതിപക്ഷ ബെഞ്ചുകളെ നോക്കി മുഖ്യമന്ത്രി പറഞ്ഞത്. വലിയ ആക്ഷേപമൊക്കെ ഉന്നയിച്ച് ഭരണപക്ഷത്തെ ഏതാണ്ട് പ്രതിക്കൂട്ടിലാക്കി ഈ പൊള്ളയായ ആക്ഷേപങ്ങൾ വരുമ്പോൾ അവർ ജയിക്കുന്നു എന്നത് ഒരു കുറ്റബോധമായെങ്കിലും വി ശിവൻകുട്ടി മനസ്സിൽ വേണ്ടേ? അല്ല, എന്തിനാണ് എൻ്റെ സണ്ണിയെല്ലാം ഈ ടോം ജോസിനെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോകുന്നത്? കേരളത്തിലെ മന്ത്രിമാരെല്ലാം 3 മന്ത്രിമാർ വിജിലൻസ് അന്വേഷണം ഫേസ് ചെയ്യുകയാണ്. ആ വിജിലൻസ് അന്വേഷണം എന്ന് പറയുന്നത് അവരെ വകുപ്പിൽ വന്നിട്ടുള്ള പാകപ്പിഴകളിലാണ് അവർ കേസിൽ പ്രതിയാവുന്നത്. ശ്രീ KM മാണി എന്നുവെച്ചാൽ നേരിട്ട് കാശ് വാങ്ങിയതാണ്. ഒരു യാചകൻ 10 റുപ്യ കൈക്കൂലി ഇനത്തിൽ ഒരു മന്ത്രിക്കോ MLAക്കോ കൊടുത്താൽ അത് വാങ്ങിയാൽ അത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ ഇവിടെ ഇരിക്കെ ടോം ജോസ് VSന്റെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലോ അഴിമതി കാണിച്ചെന്നല്ല. ഇപ്പോൾ ഒരു IPS ഉദ്യോഗസ്ഥൻ, ഒരു IAS ഉദ്യോഗസ്ഥനായ സൂരജ് ഒക്കെ തന്നെ നമ്മളെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കോടികളുടെ അഴിമതിക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. 1,63,00,000 രൂപയ്ക്കാണ് ഭൂമി അദ്ദേഹം വാങ്ങുന്നത്. അദ്ദേഹം അത് വാങ്ങുന്നത് ഞാനിത് വെറുതെ പറയുന്നല്ലോ. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ ജില്ലയിൽ ഗീറോഡ് വില്ലേജിൽ ദോദ്മാർഗ് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന 19.15 ഹെക്ടർ കൃഷിഭൂമി സർവേ നമ്പർ 46,274 1,63,00,000 രൂപയ്ക്ക് വാങ്ങി അത് സന്തോഷ് നകുൽ ദുമാസ്കർ എന്ന വ്യക്തിയിൽ നിന്നാണ് വാങ്ങിയത്. വിജിലൻസ് ഡയറക്ടർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടാണ്. വിജിലൻസ് ഡയറക്ടർ ഇപ്പോഴാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ വിജിലൻസ് റിപ്പോർട്ട് UDF ഗവൺമെന്റ് വന്നതിന് ശേഷം കഴിഞ്ഞ 8 മാസക്കാലമായിട്ട് ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലിരിക്കുകയാണ്. ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇത് ശിവൻകുട്ടി പറഞ്ഞതല്ല, അത് നേരത്തെ VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് കണ്ടുപിടിച്ചതല്ല. ഇപ്പൊ വിജിലൻസ് ഡയറക്ടർ ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി കൊടുത്തിട്ടുള്ള കാര്യം. എന്തിനാണ് നമ്മൾ ഈ ഇത്തരം കറപ്റ്റഡ് ആയിട്ടുള്ള IAS IPS ഉദ്യോഗസ്ഥന്മാരെ താങ്ങുന്നതിന് വേണ്ടി? ഒരു വിഷയം കൂടി അതിൽ ഉന്നയിച്ചോട്ടെ. ടോം ജോസിനെതിരെ ആക്ഷേപം ഉന്നയിക്കുകയാണ് താങ്കൾ നിയമസഭയിൽ. ഒരു ഉദ്യോഗസ്ഥനെതിരെ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ 1,63,00,000 ഭൂമി മഹാരാഷ്ട്രയിൽ ഒരിടത്ത് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് താങ്കൾ ഉന്നയിക്കുന്ന ആക്ഷേപത്തിന്റെ കാതൽ. അത് അഴിമതിയാണെന്ന് സ്ഥാപിക്കാൻ രേഖകളില്ല. അപ്പോഴാണ് ഉമ്മൻചാണ്ടി പറയുന്നത് അത് 2010 ഓഗസ്റ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോഴാണ്. അന്ന് ആരായിരുന്നു പൊതുമരാമത്ത് സെക്രട്ടറി ആയിരുന്ന ടോം ജോസിന്റെ മന്ത്രി എന്ന് ഞാൻ പ്രതിപക്ഷ ബെഞ്ചിനെ നോക്കി ചോദിക്കാനിരിക്കുകയായിരുന്നു എന്ന് പറയുന്നതേ എനിക്കറിയൂ. താങ്കൾ കൂട്ടിച്ചേർക്കുക, ഈ 1,63,00,000 ഭൂമി ടോം ജോസ് വാങ്ങിയത് അഴിമതിയാണെന്ന് സ്ഥാപിക്കാൻ എന്ത് രേഖകളാണ് ഉള്ളത്? വിജിലൻസ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് തന്നെ എൻ്റെ ഉണ്ട്. വിജിലൻസ് ഡയറക്ടറുടെ വളരെ വിശദമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് എൻ്റെ കൈവച്ചുകൊണ്ട് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുള്ളതാണ്. ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിച്ചിട്ടുള്ളതാണ്. വിജിലൻസ് ഡയറക്ടർ അന്വേഷണ റിപ്പോർട്ടിന് അപ്പുറമായിട്ടുള്ള ഒരു രേഖ എനിക്ക് ആവശ്യമില്ല. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുണ്ട്, അതെന്റെ ഓഫീസിലുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് വിജിലൻസ് ഡയറക്ടർക്ക് കൊടുത്ത വിശദീകരണമാണോ എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത കാര്യമാണ്. ഏതായാലും സണ്ണി ജോസഫ്, അത്തരത്തിലുള്ള ആക്ഷേപങ്ങളെല്ലാം സർക്കാരിനെതിരെ ഉയർന്നു വരുമ്പോൾ ഈ തന്നെ ഒരു പുകമുറ എന്ന നിങ്ങളുടെ വാക്ക് തന്നെ ഉപയോഗിക്കട്ടെ, പുകമുറയാണെങ്കിൽ തന്നെയും ഇന്ന് ഐക്യജനാധിപത്യ മുന്നണി സർക്കാരുണ്ടല്ലോ, അത് അഴിമതി സർക്കാരാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ഒരു 3-4 ദിവസങ്ങളായി നിയമസഭയിൽ കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം താങ്കൾ മണ്ഡലത്തിൽ പോയാലേ ചിലപ്പോൾ അറിയാൻ കഴിയൂ. ഇല്ല നികേഷ്, കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെ സസൂക്ഷ്മം തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കട്ടെ. ഇന്നത്തോടുകൂടി ആ സംശയമെല്ലാം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. സംശയം ഉണ്ടാക്കാൻ സാധിച്ചു, ശരിയാണ്, ആണ് പുകമറ എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ തന്നെ മാണിസാറിനെതിരെയുള്ള ഈ ആക്ഷേപം തന്നെ ബാർ അസോസിയേഷൻ നേതാക്കന്മാർ ഉന്നയിച്ച ആക്ഷേപം തന്നെ അത് അന്വേഷണത്തിന് വിധേയമാണ്. അതിൽ അന്തിമമായ തീരുമാനം എടുക്കുക. ഇതിനു മുമ്പ് FIR പ്രതികളാക്കപ്പെട്ടിട്ടുണ്ട്. ആളുകളുടെ പേര് ഞാൻ പറഞ്ഞ് അവർക്ക് അസൗകര്യം ഉണ്ടാക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ട നേതാക്കന്മാരുണ്ട്, അവർ കോടതിയിൽ പോയി നിരപരാധിത്വം തെളിയിച്ചിട്ടുണ്ട്. ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ട നേതാക്കന്മാർക്ക് നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മാണിസാറിനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിലും ഡയറക്റ്റ് എവിഡൻസ് ഇതുവരെ ആരും നൽകിയിട്ടില്ല. ഡയറക്റ്റ് എവിഡൻസ് നൽകിയിട്ടില്ല. ഈ പരാതിക്കാരന് പോലും ഡയറക്റ്റ് നോളജ് ഇല്ല. കാശ് കൊടുത്തു എന്ന് പറയുന്ന ആരുമില്ല, ഇതുവരെ ഇല്ല.
ബാർ നേതാക്കന്മാർക്ക്, ബാർ സംഘത്തിന്റെ നേതാക്കന്മാർക്ക് നോട്ടീസ് കൊടുത്തിട്ടും അവരാരും വരാൻ തയ്യാറായിട്ടില്ല, ഹാജരാകാൻ തയ്യാറായിട്ടില്ല, തെളിവ് നൽകാൻ തയ്യാറായിട്ടില്ല. അതാണ് വിഷയം. ഇതുപോലെ ഈ കേസിൽ വേറൊരു കാര്യമുണ്ട്. കാശ് ചോദിച്ചപ്പോൾ വിജിലൻസിന് പരാതി കൊടുത്തിട്ട് വിജിലൻസ് മാർക്ക് ചെയ്ത നോട്ടുമായിട്ടല്ല പോയത് പറയുന്നത്, കാശ് കൊടുത്തു എന്നാ പറയുന്നത്. അന്നേ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അവരുടെ ഈ ആരോപണത്തിന്റെ നിജസ്ഥിതിയെ സംബന്ധിച്ചും അതിന്റെ സതുദ്ദേശത്തെ സംബന്ധിച്ചും ജനങ്ങൾക്ക് സംശയമുണ്ട്. ദയവായി തുടരുക. ശ്രീ മാത്യു ടി തോമസ്, കഴിഞ്ഞ ദിവസവും ഇന്നും നിയമസഭ ഏതാണ്ട് പൂർണ്ണമായി സ്തംഭിച്ച നിലയാണ്. 24 മിനിറ്റോ മറ്റോ ആണ് കഴിഞ്ഞ ദിവസം നിയമസഭ ആകെ പ്രവർത്തിച്ചത്. ഇന്ന് രാവിലെ ചോദ്യോത്തരവേളയിൽ നിങ്ങൾ പങ്കെടുത്തില്ല. സബ്മിഷനായി താങ്കൾ തന്നെ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ കൊണ്ടുവന്ന വിഷയം ഉന്നയിക്കാൻ ശ്രമിച്ചു. സ്പീക്കർ അനുവദിച്ചില്ല. തുടർന്ന് ഇന്ന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രസംഗം വരെ ഏതാണ്ട് നിയമസഭ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന നിലയിലാണ്. അറിയാം, കെ മാണിക്കൊരു FIR കിട്ടിയിട്ടുണ്ട്. ആ FIRനെതിരെ നിയമസഭയിൽ പ്രതിഷേധിക്കേണ്ട ഘട്ടത്തിലൊക്കെ പ്രതിഷേധിച്ചു. അതിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നത് നമ്മുടെ നിയമനിർമ്മാണ സഭയെ അലങ്കോലപ്പെടുത്തില്ലേ? അല്ല, ഇന്നലത്തെ ദിവസം ചോദ്യോത്തര സമയത്ത് തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ ചോദ്യോത്തരം നിർത്തിവെച്ച് അടിയന്തര പ്രമേയവും അതുപോലെ 0 അവറും നിർത്തിവെച്ച് ബില്ലുകൾ 10 മിനിറ്റ് കൊണ്ട് പാസ്സാക്കി പിരിയുന്ന നിലപാട് ഭരണപക്ഷം എടുത്തത് എന്തുകൊണ്ടാണ്? ഈ അടിയന്തര പ്രമേയം ഒഴിവാക്കാൻ വേണ്ടി. എന്നിട്ട് ഇന്നും അടിയന്തര പ്രമേയം അനുവദിക്കുന്നില്ല. ആ സബ്മിഷനായി ഉന്നയിച്ചു. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി, മദ്യനയത്തിൽ മാറ്റം വരുത്താൻ UDF തീരുമാനത്തിലേക്ക് നീങ്ങുന്നു എന്നത് തന്നെ ഈ ബാർ കോഴ കേസിലെ ഒരു ജനകീയ കോടതിയിലെ ഒരു കുറ്റസമ്മതമാണ്. ഈ ചാർജ് ഫ്രെയിം ചെയ്ത് വെച്ച് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ UDF കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുക. കാരണം ബാർ ഓണർമാർക്ക് വേണ്ടി, ബാർ ഉടമകൾക്ക് വേണ്ടി അവർ ഈ കേസിൽ അവരെ സംബന്ധിച്ച് കെ മാണി ശിക്ഷിക്കുക എന്നുള്ള അവരുടെ അജണ്ടയല്ല. അവർക്ക് അവരുടെ ബാറുകൾ തുറന്നു കിട്ടണം. അതിനനുകൂലമായ നിലപാടുകളിലേക്ക് UDFന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ നീങ്ങുന്നു എന്നത് നൽകുന്ന സൂചന ഈ ബാർ കോഴ കേസിൽ ഈ ആരോപിക്കപ്പെട്ട അഴിമതി നടന്നിരിക്കുന്നു എന്ന് അത് തെളിഞ്ഞിരിക്കുക ജനങ്ങളുടെ മുമ്പിൽ. അത് ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രതിപക്ഷത്തെ ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ നേട്ടമാണ്. വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ ശ്രീ മാത്യു ടി തോമസ് പറയുന്നത്. ശ്രീ സണ്ണി ജോസഫ്, ഈ മദ്യനയമുണ്ടല്ലോ, നിങ്ങളിപ്പോൾ ആവിഷ്കരിച്ച മദ്യനയം, അത് അഴിമതി കാട്ടാനുള്ള പൊറാട്ട് നാടകം മാത്രമായിരുന്നു എന്ന് പ്രതിപക്ഷ നേതാക്കൾ പറയുമ്പോൾ അതിൻ്റെ ഓരോ ഘട്ടത്തിലും നിങ്ങളെടുത്ത തീരുമാനങ്ങളുണ്ടല്ലോ, ആ തീരുമാനങ്ങളിൽ നിന്ന് വഴുതി മാറുന്ന ഇപ്പോഴത്തെ സമീപനമുണ്ടല്ലോ, അത് ശ്രദ്ധിക്കുന്ന ആർക്കും ആ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തോ കാര്യമുണ്ടെന്ന് തോന്നും. ഇല്ല നികേഷ്, അങ്ങനെയല്ല. ഇതിൻ്റെ അകത്ത് എന്താ, മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ചയിലും സഭയിൽ പറഞ്ഞത് എന്താണ്? അടിസ്ഥാന നയങ്ങളിൽ മാറ്റം വരുത്തുന്ന പ്രശ്നമേ ഇല്ല. ഇന്നലെ UDF യോഗത്തിലും മുഖ്യമന്ത്രി സംസാരിച്ചത് അത് തന്നെയാണ്. അടിസ്ഥാന നയങ്ങളിൽ മാറ്റം വരുത്താതെ ചില പ്രായോഗിക സമീപനങ്ങൾ, അതിന് മെയിൻ ഇഷ്യൂ കോടതി തന്നെയാണ്. ഇഷ്യൂവായിട്ട് മുന്നോട്ട് പോകുന്നു. 3-4 മാസമായിട്ട് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയുടെ വിവിധ ബെഞ്ചുകളിലും ഈ വിഷയം കെട്ടിക്കിടക്കുന്നു. ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി സമ്പാദിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ തന്നെ 10 ലൈസൻസികൾക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കണം എന്ന് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ സ്റ്റേ പെറ്റീഷൻ മൂവ് ചെയ്തിട്ട് ഇന്നലെ സ്റ്റേ പെറ്റീഷൻ അലവ് ചെയ്തില്ല. അപ്പോൾ കോടതിയിൽ വരുന്ന ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പരാജയം, അതുപോലെ തന്നെ ടൂറിസം മേഖലയിൽ ഉണ്ടായിട്ടുള്ള ശരിയായ ഒരു വിഷയം, ഈ 2 കാര്യങ്ങൾ പ്രായോഗികമായിട്ട് ചർച്ച ചെയ്യും. 2 കാര്യമുണ്ട്. എന്ത്? വൈൻ പാർലർ, അതുപോലെ തന്നെ ബിയർ പാർലർ. ഇതിനെ സംബന്ധിച്ച് UDF അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയത് ഇതിനു മുമ്പ് വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. ആ 2 കാര്യങ്ങൾ സംബന്ധിച്ചും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ UDFന് സാവകാശമുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തെ UDF നേതൃത്വം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ ഫൈനാലിറ്റി എന്താണ്, ആ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാകുന്നിടം വരെയും ഇതിന് വെള്ളം ചേർത്തു എന്ന് പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല. ശ്രീ സണ്ണി ജോസഫ്, നമുക്കറിയാം കോടതി ഏത് നിലയ്ക്കാണ് പോകുന്നത് എന്ന്. കോടതി എപ്പോഴും എക്സിക്യൂട്ടീവ് ഇക്കാര്യത്തിലെടുക്കുന്ന തീരുമാനത്തിൻ്റെ നിശ്ചയദാർഢ്യം നോക്കും. നിങ്ങൾ ഉറച്ചാണ് എങ്കിൽ കോടതിയും ആ സമീപനത്തോടൊപ്പം നീങ്ങും. നിങ്ങൾ അഴകുഴമ്പൻ നയത്തിലാണെങ്കിൽ കോടതിയും അഴകുഴമ്പൻ നയത്തിൽ, അല്ലെങ്കിൽ ഏത് തരത്തിലാണോ അവർക്ക് വ്യാഖ്യാനിക്കാൻ തോന്നുന്നത് അതിനനുസരിച്ച് പോകും. ഇപ്പോൾ 418 പൂട്ടിക്കിടക്കുന്ന ബാറുകളിൽ തന്നെ ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ക്ലബ്ബുകളിൽ ബാർ ലൈസൻസ് നിലനിർത്താൻ ശ്രമിക്കുന്നു. കോൺഫറൻസുകൾക്കായി 1-2 ദിവസത്തേക്കുള്ള ബാർ ലൈസൻസ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ
ഏതാണ്ട് മുമ്പ് എങ്ങനെയാണോ മദ്യം ഒഴുകിയത് അതേപോലെ തന്നെ മദ്യം ഒഴുക്കുന്നതിന് വേണ്ടി സർക്കാർ ഇപ്പോൾ ഒരുങ്ങി തിരിച്ചിരിക്കുകയാണ്. അതാണല്ലോ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ ഷിവിയം സുധീരനും മുസ്ലിം ലീഗും വ്യത്യസ്തമായ നിലപാടെടുക്കുന്നു എന്ന് തോന്നിപ്പിക്കൽ യു ഡി എഫ് യോഗം തന്നെ ബ്രീഫ് ചെയ്ത മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്നുണ്ട്. ഇതെല്ലാം തന്നെ ആളുകളെ വിഡ്ഢിയാക്കലല്ലേ? അല്ലെങ്കിൽ നിങ്ങളെല്ലാം കൂടെ ഒരു പൊറാട്ട നാടകം കളിക്കുക, അതിൽ ചിലർ വ്യത്യസ്ത സമീപനം സ്വീകരിക്കുന്നു, ചിലർ പ്രായോഗികവാദികളാണെന്ന നിലപാടെടുക്കുന്നു എന്നൊക്കെ പറയുന്നത് ആളുകൾ വിശ്വസിക്കും എന്നാണോ ശ്രീ സണ്ണി ജോസഫ് താങ്കൾ മനസ്സിലാക്കുന്നത്? നികേഷ്, ആളുകളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നേ ഉള്ളൂ. കാരണം ഇന്ന് മന്ത്രിസഭ ഈ കാര്യങ്ങളിൽ ഫൈനൽ തീരുമാനം ഇപ്പോഴും എടുത്തിട്ടില്ല. ഇവിടെ ബാറുകൾ 418 ബാറുകൾ തുറക്കാൻ അനുവദിച്ചാൽ ശരിയാണ്, ഗവൺമെന്റ് തലത്തിൽ അനുവദിച്ചാൽ അതിൽ തെറ്റുണ്ട്, നയത്തിൽ വെള്ളം ചേർത്തു എന്ന് പറയാം, വിശ്വസിക്കാം. പക്ഷെ ഒരു കാര്യം പരിശോധിക്കണം, കോടതിയുടെ സമീപനം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് വളരെ വിപ്ലവകരമെന്ന് അവർ അവകാശപ്പെട്ടു കൊണ്ടുവന്ന സ്വാശ്രയ കോളേജ് നിയമം എന്തുകൊണ്ട് നടപ്പിലാക്കാൻ സാധിച്ചില്ല? കോടതികളുടെ കർശനമായ ശക്തമായ ഇടപെടലാണ്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഗവൺമെന്റ് ഭാഗം പരാജയപ്പെട്ടു. ആ ഭേദഗതി തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല എന്ന വിധി വന്നപ്പോഴാണ് ആ നിയമം തന്നെ കാഷ് ചെയ്യപ്പെട്ടത്. ഇവിടെയും ഇതുവരെ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായിട്ടുള്ള മദ്യനിരോധനത്തിന്റെ ഭാഗമായി ഈ ബാർ ലൈസൻസുകൾ റദ്ദ് ചെയ്തതിനെ കോടതി ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. ബാർ ഉടമകൾക്ക് സാവകാശം സമയം നീട്ടിക്കൊടുക്കുന്ന ഒരു സമീപനം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായി, ഹൈക്കോടതിയുടെ 2 ബെഞ്ചുകളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതും കൂടി കണ്ടുകൊണ്ട് ഒരു പരാജയം സംഭവിക്കാത്ത രൂപത്തിലുള്ള ചെറിയ മാറ്റം, അടിസ്ഥാന നയങ്ങളിൽ മാറ്റം വരുത്താതെ മൈനർ ചേഞ്ചസ്, അതായിരിക്കും ഗവൺമെന്റ് സ്വീകരിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. വി ശിവൻകുട്ടി, നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുന്നത് താങ്കളാണ്. ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായി ഇടപെട്ടതും താങ്കളാണ്. നിയമസഭയിൽ സമ്മർദ്ദം, ജുഡീഷ്യറിയിലേക്ക് പോകാനുള്ള ശ്രമം എന്ന് പറയുമ്പോൾ ഈ 9 അംഗങ്ങളെ മാറ്റി നിർത്തുക, അതിലൂടെ ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളതാണോ ആത്യന്തിക ലക്ഷ്യം? നിങ്ങൾ ഒരു കാരണവശാലും UDF ചെയ്ത പോലെ ഏതെങ്കിലും കക്ഷിയെയോ ഏതെങ്കിലും MLA-മാരോ കാലുമാറ്റി LDF-ൽ കൊണ്ടുവന്ന് പുതിയൊരു ഗവൺമെന്റ് രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ നിയമസഭയിൽ വ്യക്തമാക്കുന്നതിന് വേണ്ടി തയ്യാറായി. ശ്രീ മാത്യു ടി തോമസ് പറഞ്ഞ കാര്യം കേരളത്തിലെ ജനങ്ങളാകെ തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരാരും വെഡ്ഡികളല്ല. മാത്യു ടി തോമസ് പറഞ്ഞ കാര്യത്തിന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു കാര്യം നിയമപരമായി എടുക്കുന്നതിന് വേണ്ടി രമേശ് ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ തയ്യാറായാൽ 10 മിനിറ്റിനും കേരളത്തിലെ ഗവൺമെന്റ് താഴെ പോവും. ഉമ്മൻചാണ്ടി രാജിവെച്ച് പുറത്തു പോയിട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മളിവിടെ തർക്കിക്കേണ്ട കാര്യമില്ല. മാണി 1-ാം പ്രതിയാണ്, കോടതിയിൽ കേസ് വരട്ടെ, കോടതി തീരുമാനിക്കട്ടെ. മാത്യു ടി തോമസ് പറഞ്ഞ പോലെ മാണി സാറിന്റെ വീട് റെയ്ഡ് ചെയ്യട്ടെ, ആ നോട്ടുകെട്ടുകൾ എടുക്കട്ടെ. ഇപ്പോ മാണി എങ്ങനെ കേസെടുത്തെന്ന് ചോദിച്ചാൽ വിജിലൻസ് ഡയറക്ടർ അടക്കമുള്ള പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാർ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഡയറക്ഷൻസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, കേസെടുത്തില്ലെങ്കിൽ ഞങ്ങൾ കോടതിയിൽ കുരുങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിക്കപ്പെട്ട് കേസെടുത്തപ്പെട്ടാണ്. അല്ലാതെ രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും സ്വമനസാ തോന്നി കേസെടുത്ത എന്നും അല്ല. ഇപ്പം മാണി ചോദിച്ചു, 42 ദിവസക്കാലമായി എന്നെ രക്ഷിക്കാൻ കഴിയാത്ത നിങ്ങൾ ഇനി എങ്ങനെയാ എന്നെ രക്ഷിക്കുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ മദ്യനയത്തിൽ BM സുധീരനടക്കം വെല്ലുവിളിച്ചുകൊണ്ട് മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി തയ്യാറായതും ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടി തയ്യാറായതും ഒക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഒരു സത്യസന്ധമായ ന്യായമായ ഒരു അന്വേഷണം നടക്കണമെങ്കിൽ മന്ത്രി മാറി നിൽക്കണം. മന്ത്രി മാറി നിന്നാൽ ഈ ഗവൺമെന്റ് താഴെ പോകും. അതാണ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട. ശ്രീ ശിവൻകുട്ടി, വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ഒപ്പം തന്നെ ശ്രീ മാത്യു ടി തോമസ്, ശ്രീ സണ്ണി ജോസഫ്, ജേക്കബ് ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി.